കാടും മലനിരകളും താഴ്വാരവും എല്ലാം താണ്ടി നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു. സിന്ധുവാണ്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൊടൈക്കനാലിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ചുരമിറങ്ങുകയാണ്. ചുരമിറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോസും ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഇതിന് യാത്രക്കിടയിൽ കണ്ട നല്ല നല്ല കാഴ്ചകളും നല്ല 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 ഇതെല്ലാം ചെറുതായിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കൊടൈക്കനാലിലേക്ക് ഗ്രേറ്റ് ട്രയൽസ് ബൈ TRI അതിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഊട്ടിക്കുള്ള വഴിയിലാണ്. കോയമ്പത്തൂർ ത്രൂ ആണ് ഊട്ടിക്ക് പോകുന്നത്. അപ്പോൾ ഫുൾ ചുരമിറങ്ങി താഴെ വന്ന് കോയമ്പത്തൂർ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ ഊട്ടിക്ക് പോവുകയാണ്. അപ്പം വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. നോക്ക് എന്തോരം ആടുകളാണെന്ന്. എൻ്റെ ദൈവമേ, ഇതുങ്ങളെല്ലാം കൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ ഓടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മലനിരകളൊക്കെ കാണാം. പഴനി മലയൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഞാൻ ആക്ച്വലി പഴനിയുടെ താഴേക്കൂടെ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ആവട്ടെ. അപ്പോൾ ആ ഒരു വഴി റൂട്ട് ത്രൂ ആണ് നമ്മൾ പോയത്. തിരിച്ച് നമ്മൾ ഊട്ടിക്ക് പോവുകയാണ്. ആക്ച്വലി നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഊട്ടി സൈഡിലേക്ക് ചെന്നപ്പോൾ കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും ഒക്കെ. എടുത്തു പറയേണ്ട കാര്യം, ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി. അത്ര അമേസിങ് ആയിട്ടുള്ള ഒരു വ്യൂ തരുന്ന കിടിലം പ്രോപ്പർട്ടി. ഇതാണ് പ്രോപ്പർട്ടിയുടെ താഴേക്ക് റൂംസ് കാണുന്നത്. തട്ടായിട്ട് പല തട്ടുകളിൽ കിടക്കുന്ന 5 റോ ആയിട്ടാണ് റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ഫുൾ കൂണൂർ ഊട്ടി മൊത്തം അവിടുന്ന് കാണാമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻസ് അങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു വ്യൂവിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ആധികാരികമായി പറയാൻ ഞാൻ അതിനെപ്പറ്റി ഒന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ അത് അസാധ്യ വ്യൂ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ താഴേക്ക് കാണുന്നത്. ഈ ഒരു വ്യൂവിനെ പല ദിവസത്തിൻ്റെ പല സമയങ്ങളിലും പലതരമായിട്ടുള്ള വ്യൂ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഓരോ കോട്ടേജിനും, അതായത് ഒരു റൂം, അതിനൊരു ചെറിയ സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഏരിയ, പിന്നെ ഒരു ബാൽക്കണി. ഇങ്ങനെയാണ് ഓരോ റൂമിലേക്കുള്ള എൻട്രൻസ് ഇവർ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. ആക്ച്വലി ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനെ സമ്മതിക്കണം. ഓരോ കാര്യത്തിനും ഈ താഴെ വരെ ഇറങ്ങി നടന്ന് കയറി വരുന്നത് നല്ല ഒരു എക്സസൈസാണ് കേട്ടോ. താഴ്വാരത്തിന് ഇവിടെ കണ്ടോ, ഈ കാണുന്നത് ഈ പ്രോപ്പർട്ടിയുടെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. നല്ല മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓരോ പ്രോപ്പർട്ടിയും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കോട്ടേജിൻ്റെ മുകളിലത്തെ ടെറസിനെ അടുത്ത കോട്ടേജിൻ്റെ ബാൽക്കണിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടീംസിനെ ഞാൻ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മോൾ അവിടെ ഓടിക്കളിക്കുന്നു. മോൾക്ക് കാവലായിട്ട് അച്ഛൻ നോക്കിയപ്പോണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനും ഈ പ്രോപ്പർട്ടിയുടെ വ്യൂ ഒന്ന് ആസ്വദിക്കാനും വേണ്ടി മോളിൽ തന്നെ ഇരുന്നു. അടുത്ത കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് കിട്ടിയ വ്യൂ ആണിത്. ഈ ഒരു നല്ല മനോഹരമായ ഒരനുഭവം എനിക്ക് തന്നതിന് ഒരു മനസ്സറിഞ്ഞൊരു സ്നേഹ സമ്മാനം. മോള് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന പുറത്തേക്ക് ഇറങ്ങുന്ന ബാൽക്കണിയിൽ ഇരിക്കുന്നതാണ്. ഇവിടെ നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ക്ലൈംബിങ് റോസുകൾ അങ്ങനെ കുറേ ഉണ്ട്. ഈ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് നിൽക്കുന്ന പോലെയാണ് അവരുടെ ഒരു ഏരിയ കാണുന്നത്. വീണ്ടും കുറച്ച് സന്ധ്യയോടടുത്ത് കഴിഞ്ഞപ്പോൾ ആ ആകാശത്തിൻ്റെ മനോഹാരിതയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊന്നും ക്യാമറയിൽ അത്രയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ടത് നമുക്ക് കിട്ടില്ല. ഇത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതാണ്. കണ്ണിന് ശരിക്കും കുളിർമയേകുന്ന, മനസ്സിനെ നല്ലപോലെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള അതിഗംഭീരമായ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു എന്ന് തന്നെ പറയണം. അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു അവിടുത്തെ ആ ഒരു നൈറ്റ് സ്റ്റേയും കോടമഞ്ഞിൽ മൂടിയുള്ള ഒരു അവസ്ഥയും. തണുപ്പായിരുന്നോന്നറിയോ? ശരിക്കും ഇതൊന്നും ഊട്ടിയിലെ തണുപ്പേ അല്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്കിത് ഊട്ടിയിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ ഒരു തണുപ്പെന്ന് പറയുന്നത് കൊടൈക്കനാലിനേക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു കേട്ടോ ഊട്ടിയിൽ ഉണ്ടായിരുന്ന തണുപ്പ്. നല്ല തണുപ്പ്. ആ തണുപ്പിൽ നല്ല ഇതുപോലെ ഈ ബാൽക്കണി, ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോട്ടേജ് എന്ന് പറയുന്ന ഏറ്റവും മുകളിലുള്ളതായിരുന്നു. ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ബുക്ക് ചെയ്യുമ്പം ഏറ്റവും നല്ല നമ്മുടെ
വാലി വ്യൂ കിട്ടണം എന്നുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ഏറ്റവും മുകളിലുള്ളതായതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലെ കോട്ടേജാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ആ കോട്ടേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് വാലി നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഉള്ള പോർഷൻ ആയതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് തണുപ്പും കിട്ടുന്നുണ്ട്. താഴ്വാരത്തുനിന്നും ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതാ സന്ധ്യ മയങ്ങി തുടങ്ങി, എല്ലായിടത്തും ലൈറ്റുകൾ ഓണായി തുടങ്ങി. അപ്പോൾ ആ ഓരോ ലൈറ്റുകൾ കാണാൻ തന്നെ മറ്റൊരു ഭംഗിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സമയത്തിനും ദിവസത്തിൻ്റെ ഓരോ സമയത്തിനും ഓരോ ഭംഗി കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിന്. നോക്കൂ, നൈറ്റിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും എന്തൊരു അമേസിങ് വ്യൂ ആണല്ലേ, അതിഭയങ്കരമായിട്ടുള്ള വ്യൂ. അപ്പോൾ ഈ ഒരു മഞ്ഞത്ത് അവിടെ നിന്ന് ആ ഭംഗിയൊന്ന് ആസ്വദിക്കാനും ഒന്ന് റിലാക്സ് ആവാനും വേറെ ഒന്നും വേണ്ട. ഇതാണ് മെയിൻ ബിൽഡിങ്. ആ മെയിൻ ബിൽഡിങ്ങിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 5 റോയായിട്ടാണ് റൂംസ് വരുന്നത്. ഈ ഓരോ റോയും താഴേക്ക് വരെ നീണ്ടു കിടക്കുന്നതാണ്. ഇതിനെ 2 എണ്ണത്തിൽ 5 അല്ല 6 ആണെന്ന് തോന്നുന്നു, 5 ആണോ 4 ആണോ 5 ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കേട്ടോ കറക്റ്റായിട്ട്. ഓരോ റൂംസിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ആണ് താഴേക്ക് പോകുന്നത്. ഈ നമ്മുടെ വിസിറ്റേഴ്സിൻ്റെ ലഗേജൊക്കെ ചുമന്ന് അവിടുത്തെ സ്റ്റാഫുമാർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്രയുമൊക്കെ ഞാൻ വർണ്ണിച്ച് ഈ പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ലാ മോണ്ടാന ബൈ TGI, അതാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. നല്ല പ്രോപ്പർട്ടിയാണ്, നല്ല വാം വെൽക്കം. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും നല്ല ഫുഡായിരുന്നു. ഫുഡിന് വലിയ എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. കൊടൈക്കനാലിലെ ഫാർ എക്സ്പെൻസീവ് ആയിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോയിൽ. പക്ഷേ ഇവിടുത്തെ ഫുഡ് അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. പിന്നെ ഇവിടെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പം ഫസ്റ്റ് ഞങ്ങൾ ആക്ച്വലി ചെന്ന് കയറി അന്ന് നൈറ്റ് ഞങ്ങൾ സ്വിഗ്ഗിയാണ് ഓർഡർ ചെയ്തത്. സ്വിഗ്ഗി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ റിസപ്ഷനിൽ ഫുഡ് കൊണ്ടുവന്ന് തരും. നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു സിറ്റിംഗ് ഏരിയയൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഹാപ്പി ആയിട്ട് ഫാമിലി ഒരു പ്രൈവസിയോട് കൂടി ഇരുന്ന് കഴിക്കാം. ആ വ്യൂ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന നല്ല അമേസിങ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ്, ഞങ്ങളുടെ ഫാമിലി ടൈമിനെ ഓർമ്മിപ്പിക്കാൻ നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി. ഈ ഫോട്ടോയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി AI ഫോട്ടോയാണെന്ന് തോന്നും, അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂസൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങളാണ് കാണാനുള്ളത്. നാളെ നമുക്ക് ഊട്ടി വിശേഷങ്ങൾ കാണാം.